ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യ യുദ്ധം തന്നെയാണ്. കാരണം അത്രയധികം നാശനഷ്ടങ്ങളാണ് ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ അമേരിക്ക ഇറാൻ യുദ്ധം നമ്മുടെ GCC രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പം ഒരു പുതിയ സംഭവവികാസമാണ് പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ തെളിഞ്ഞു വരുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇപ്പം സമാധാന ശ്രമങ്ങൾ നടക്കുന്നു എന്നൊരു ചർച്ച ഒരു വശത്ത്. മറുവശത്ത് ഈ യുദ്ധത്തിന് ഏകദേശം എത്ര കോടി രൂപ ചെലവായി എന്നുള്ള കണക്കും പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ചെലവാക്കിയത് എത്ര കോടി രൂപയാണ് എന്നൊരു കണക്കും മറു സൈഡിൽ സമാധാന ചർച്ചകൾക്കുള്ള ഒരു ഉടമ്പടി ഏകദേശം ധാരണയൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഈ ഏകദേശം ഇപ്പം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, യുദ്ധത്തിനായിട്ട് അമേരിക് ഇതുവരെ ചെലവഴിച്ചത് $37.5 ബില്യൺ എന്നാണ്. അതായത് ഏകദേശം 3.2 ലക്ഷം കോടി രൂപ ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചത്രേ. കാരണം നമുക്കറിയാം എത്ര വലിയ യുദ്ധമാണ്. ഒരു മിസൈൽ പ്രയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആയുധങ്ങൾ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കണമെങ്കിൽ തന്നെ അത്രയധികം രൂപ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത്രയധികം പണം അത്യാവശ്യമാണ്. ആ ഒരു മിസൈൽ ആക്രമണത്തിന് പിന്നിൽ ഇത്രയധികം കോടി രൂപയാണ് ഓരോ മിസൈൽ ആക്രമണത്തിനും ചെലവഴിക്കുന്നത് തന്നെ. അങ്ങനെ വരുമ്പോൾ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്, പല ആയുധങ്ങൾ വെച്ചിട്ടും അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ടോട്ടൽ കണക്കെടുത്ത് കഴിയുമ്പം ഏകദേശം ഇത്ര കോടി രൂപയോളം ചിലവായി എന്നാണ് പറയുന്നത്. അപ്പം ഇനി ഇത് എവിടെ ചിലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധ ചെലവ് തന്നെ ഇത്രയും ബില്യൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം മെയ് മാസത്തിന് ശേഷം മാത്രം $8 ബില്യൺ അധികമായിട്ട് ചിലവായി എന്നാണ് കണക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ മെയ് മാസം കഴിഞ്ഞിട്ടാണ് ഇത്രയധികം ഡോളർ ചെലവായി എന്ന് പറയുന്നു. അടുത്തത്, നിലവിൽ ഈ സൈനിക പ്രവർത്തനങ്ങൾ തുടരാനൊക്കെ അടിയന്തര നടപടികളും അടിയന്തരമായിട്ടുള്ള ഒരു ഫണ്ടും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയും കൂടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഇത് മിസൈലും അല്ലെങ്കിൽ ഡ്രോണും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആയുധങ്ങളും മാത്രം പ്രയോഗിച്ചാൽ പോരാ, അതിന് പിറകിൽ സൈനികർ വേണം, അവർക്ക് അതിന് പിറകിൽ അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം. ഇതെല്ലാം കൂടി ഒരു നല്ല തുകയാവുന്നു. പിന്നെ പുതിയ ഫണ്ട് അനുവദിച്ചിട്ടില്ലെങ്കിൽ സൈനിക പരിശീലനം, ആയുധ നവീകരണം, മറ്റ് പ്രതിരോധ പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാര്യം ഇനിയും പുതിയ സൈനികരെ പരിശീലിപ്പിക്കണം. കാര്യം കുറേ പേരൊക്കെ മരിച്ചുപോയി, കുറേ പേർക്ക്. അപ്പം സൈനിക താവളങ്ങളാണെങ്കിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ മിക്കതും പ്രശ്നത്തിലായി. കാര്യം റഡാർ സംവിധാനം തകരാറിലായി. അപ്പോൾ അതിനെല്ലാം പകരമായിട്ട് പല കാര്യങ്ങളും ഇനി അമേരിക്ക ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനും പണം അത്യാവശ്യമാണ്. അപ്പം ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ടും ഇറാൻ ആണവായുധം പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ആണവ പദ്ധതിക്കായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത്. ട്രംപ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. കാര്യം ഈ ആണവായുധം പ്രയോഗിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റും. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൻ്റെ അവിടെ ഈ ബാരിയർ, ഒരു തടസ്സമൊന്നും വെക്കാതെ വാണിജ്യ കപ്പലുകൾക്ക് സുഗമമായി അതുവഴി പോകാൻ പറ്റണം. അപ്പോൾ അതും രണ്ടാമത്തെ കാരണമാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്ക ഈ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത്രയധികം ബില്യൺ ഡോളർ ഇതിന് ചെലവായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ വളരെ വലുതായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ടും ഇപ്പം പൊങ്ങി വരുന്നതും. ഇത് കൂടാതെ വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസം, വ്യോമ ഇന്ധനം, ഡ്രോൺ ആക്രമണങ്ങൾ, താഡ്, പാട്രിയോട്ട് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനികരുടെ വിന്യാസവും പരിപാലനവും, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ഉപഗ്രഹ നിരീക്ഷണം, സൈബർ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ കൂടെയാണ് പണം ഇത്രയധികം. അല്ലാതെ ഒരു മിസൈലോ ഡ്രോണോ നിർമ്മിക്കുന്നതിന് മാത്രമല്ല, ഈ ഉള്ള കാര്യങ്ങളും കൂടെ അഡീഷണലായിട്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ട കാര്യങ്ങളാണ്, അതിനും പണച്ചെലവുള്ളതാണ്. ഇവയെല്ലാം ചേർന്നാണ് യുദ്ധ ചെലവ് എന്ന് പറയുന്നത്.
അപ്പം ഇതിന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട് താനും. കാരണം പുതിയ ഫണ്ട് ആവശ്യപ്പെട്ടതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. കാര്യം ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളിൽ പലരും യുദ്ധച്ചെലവിനെ എതിർക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം യുദ്ധച്ചെലവ് വരുന്നത്? ഇത് നമുക്ക് ആവശ്യമുള്ള പണം, അത്യാവശ്യങ്ങൾക്കുള്ള പണമല്ലേ ഈ വെറും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം ചെലവഴിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അമേരിക്ക ഇങ്ങനെ ഒരു ദീർഘകാല യുദ്ധം നടത്തുകയാണെങ്കിൽ അമേരിക്ക വീണ്ടും പാപ്പരായി പോകും, അല്ലെങ്കിൽ വീണ്ടും അവിടെ റിസഷൻ വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഈ രാഷ്ട്രീയക്കാർ, ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ പറയുന്നുമുണ്ട്. പക്ഷേ ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഇതേപോലുള്ള തുടർച്ചയായ യുദ്ധങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണെന്നും പറയുന്നുണ്ട്. കോൺഗ്രസിലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. അപ്പം ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ആക്രമണം നിർത്തുകയും ചെയ്താൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ വേണം ആദ്യം ആക്രമണം നിർത്താൻ വേണ്ടി. അപ്പം ഇറാൻ്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രങ്ങൾ ഒക്കെ തൽക്കാലം അതൊന്നും പ്രവർത്തിപ്പിക്കാതെ ആവശ്യമെങ്കിൽ അത് ഇറാൻ അടച്ചുപൂട്ടുക തന്നെ വേണം, എങ്കിലേ ഞങ്ങളും യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് അമേരിക്കയും പറയുന്നത്. അപ്പം എന്താണെങ്കിലും ഇത് രണ്ട് രാജ്യങ്ങൾക്കും വളരെ വലിയ സമ്മർദ്ദവും യുദ്ധച്ചെലവും കൂടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ യുദ്ധങ്ങൾ. അതുകൂടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഇതേപോലെ ജനജീവിതം സ്തംഭിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള സൈനിക താവളങ്ങൾ രണ്ട് സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ രണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധം അവസാനിപ്പിക്കണം, അതിനുവേണ്ടി മുൻകൈ എടുക്കണം. ഇത് ഇറാൻ പറയുന്നത് അമേരിക്ക ആക്രമണം ആദ്യം അവസാനിപ്പിക്കണം, സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ പിൻവലിക്കണം, ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണമെന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്ക പറയുന്നു ഇറാൻ ഒരു കാരണവശാലും ആണവായുധം പ്രയോഗിക്കരുത്, ഹോർമുസ് കടലെടുക്ക ലോക രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും എണ്ണയ്ക്കും ഒന്നും അവർ തടസ്സം നിൽക്കരുത് എന്ന് അമേരിക്കയും നിഷ്കർഷിക്കുകയാണ്. പക്ഷേ ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പം ഇതിനകത്ത് പല രാജ്യങ്ങളും ഇതിന് ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു എന്നും ഒരു അഭ്യൂഹം വന്നിട്ടുണ്ട്. പ്രധാനമായും ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ എന്നിവരാണ് ഇപ്പോൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് എന്ന് വേണം പറയാൻ. അമേരിക്കയും ഇറാനുമായിട്ടും ആശയവിനിമയം നടത്തുന്ന ഈ രാജ്യങ്ങളാണ്. അതിൽ പാകിസ്ഥാനെ നമുക്ക് മാറ്റിവെക്കാം, കാരണം പാകിസ്ഥാൻ ഈ പറയുന്നതൊന്നും കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല. പക്ഷേ ഖത്തർ, ഒമാനും ബാക്കിയുള്ള രാജ്യങ്ങളും, വേറെ 2-3 രാജ്യങ്ങളുണ്ട്, ഇവരൊക്കെ ഇപ്പം പതുക്കെ സമാധാന ചർച്ചകൾ വേണം, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധച്ചെലവ് നമ്മൾ വിചാരിച്ചതിലും കൂടുകയാണ്, അപ്പോൾ എന്താണെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറയുന്നു. പിന്നെ ഇവർക്ക് ഇരു രാജ്യങ്ങളുമായിട്ട്, ഈ ഖത്തറും ഒമാനും ഒക്കെ ഇരു രാജ്യങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്ന രാജ്യങ്ങളാണ് താനും. പിന്നെ ഈ മധ്യപൂർവ്വ യുദ്ധം കൂടുതൽ വ്യാപിച്ചാൽ ഏറ്റവും വലിയ ആഘാതവും ഈ ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഖത്തർ, ഒമാനും ഒക്കെ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നതും. മൂന്നാമത്, ഈ ഹോർമുസ് കടലെടുക്ക് തടഞ്ഞാലും ഇവരുടെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ആകെ പ്രശ്നത്തിലാവും. അപ്പം എന്താണേലും ഗൾഫ് രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പം അവസാനമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇറാൻ്റെ ആണവ പദ്ധതി, അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ ആണവ പദ്ധതി നിർത്തലാക്കുക. മൂന്നാമത്തെ വിഷയം സാമ്പത്തിക ഉപരോധങ്ങളാണ്. അപ്പം ഇത് രണ്ടും ഇറാൻ പറയുന്നത് വ്യക്തമാണ്. കാര്യം ഉപരോധങ്ങൾ പിൻവലിക്കാതെ സമാധാനം ഇല്ല എന്ന് ഇറാൻ പറഞ്ഞു. ചുരുക്കത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും വീണ്ടും വാക്കുകൾ കൊണ്ട് യുദ്ധം നടത്തുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം വെച്ചാൽ ഇവർ യുദ്ധം നിർത്തുന്നുമില്ല, അതുകൂടാതെ ഇവർ സമാധാന ചർച്ചകൾ തുടങ്ങുന്നു എന്ന് മറ്റു രാജ്യങ്ങൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇവർ യുദ്ധം നിർത്താനൊന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. കാര്യം ഇവർ രണ്ടുപേരും അവരവർ പിടിച്ച കൊമ്പിന് മുയലിന് കൊമ്പ് 3 എന്ന് പറയുന്ന രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. കാര്യം ഇവർക്ക് ഒരു തരത്തിലും ഇവർ രണ്ടുപേരും പിന്നോട്ടില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. അത് മറ്റേ രാജ്യം സമ്മതിക്കുന്നില്ല. അങ്ങനെ അമേരിക്കയും ഇറാനും ഇങ്ങനെ പാരലായിട്ട് തന്നെ പോവുകയാണ്. യുദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലാണ് ലോകരാജ്യങ്ങളൊക്കെ വരുന്നത്. എന്താണേലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.